Moving to question number 18. A boy thrown a ball into air at 45 degree from the horizontal to land it on the roof of a building of height h. The ball attained maximum height in 2 seconds and lands on the building in 3 seconds after launch. Then the value of h ആണ്. നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു ബോഡി നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനിൽ ത്രോ ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ ബോഡിയെ ത്രോ ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 45 ഡിഗ്രിയാണ്. ഈ ബോൾ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡ് കൊണ്ട് ഈ ബോൾ മാക്സിമം ഹൈറ്റ് എത്തി. സോ ദിസ് ഇസ് എച്ച് മാക്സ്. എന്നാൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 3 സെക്കൻഡ് കൊണ്ട് ഇതൊരു ബിൽഡിംഗ്, ഇതാണ് ബിൽഡിംഗ് എന്ന് വിചാരിക്കുക, ദിസ് ഇസ് ദ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് 3-ാമത്തെ സെക്കൻഡ് കൊണ്ട് ഈ ബോൾ വന്ന് വീണു, ഇവിടെ വന്ന് വീണു. ശരിക്കും അതിന് അപ്പുറത്തേക്ക് മോഷൻ ഇല്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഈ ബോൾ നമ്മൾ ഇവിടുന്ന് ത്രോ ചെയ്ത് ബോൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം എന്താ, ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണ്? സോ ഇതെന്ന് പറഞ്ഞാൽ എന്താ, വൈ ആക്സിൽ ഉണ്ടാവുന്ന ദൂരമല്ലേ. അപ്പോൾ നമ്മൾ എലോങ് പ്രൊജക്ഷൻ ചെയ്യുന്ന സമയത്ത് 2 വെർട്ടിക്കലാണ് ചെയ്യുന്നത്, ഒന്ന് ഹൊറിസോണ്ടലും ഒന്ന് വെർട്ടിക്കലായിട്ടാണ് ചെയ്യുന്നത്. സോ വെർട്ടിക്കലത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്താ, y is equal to uyt minus half gt square അല്ലേ. വാട്ട് ഈസ് uy എന്ന് പറഞ്ഞാൽ u sin theta അല്ലേ. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്നിട്ട് പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും പറയുന്നില്ല അല്ലേ. സോ പക്ഷേ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നുണ്ട് 2 സെക്കൻഡ്സ് ആണ്. സോ മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ പകുതിയാണെന്ത്, ടൈം ഓഫ് ഫ്ലൈറ്റ് ഇൻഡിക്കേഷൻ എത്രയാണ്, 2u sin theta divided by g ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്, റൈറ്റ്. അപ്പോൾ നമുക്കിതാ ഇവിടെ നിന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തെടുക്കുന്ന സമയമാണിത്. അപ്പോൾ മാക്സിമം ഹൈറ്റ് എത്തെടുക്കുന്ന സമയം അതിൻ്റെ പകുതിയല്ലേ. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 2 ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. സോ t/2 ആണ്, t/2 വിൽ ബി u sin theta divided by g. ഇതാണ് ടൈം ഓഫ് അസെൻറ്റ്. ഏറ്റവും മാക്സിമം എത്തെടുക്കുന്ന സമയം ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ പകുതി ആയിരിക്കും, ഓർ u sin theta divided by g ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന u sin theta divided by g യുടെ വാല്യൂ ആണ് 2 എന്ന് പറയുന്നത്. സോ u sin theta is equal to 2 into g, ജിയുടെ വാല്യൂ 10 എടുത്താൽ യു വിൽ ഗെറ്റ് u sin theta will be 20. u sin theta വാല്യൂ നമുക്ക് 20 എന്ന് കിട്ടും, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ y is equal u sin theta 20 into 3 മൈനസ് g 10 അല്ല, 10/2 5 into 3 square 9 വരും. 20 into 3 60 ആണ്, 5 into 9 45 ആണ്, 60 minus 45 ആൻസർ വിൽ ബി 15 മീറ്റർ. സോ 15 മീറ്റർ ആയിരിക്കും ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. നമുക്കറിയാം ഈ ബോൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇതിൻ്റെ വൈൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ടി സമയത്ത് ഉണ്ടാകുന്ന വൈൻ്റെ വാല്യൂ ആണ് ഇരിക്കുന്നത്. സോ ഈ ടൈം 3 സെക്കൻഡ്സ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈൻ്റെ ഇക്വേഷൻ എന്താ, ut മൈനസ് ഹാഫ് gt സ്ക്വയർ. u sin theta അതെങ്ങനെ കിട്ടി, ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ പകുതിയാണ് തന്നിരിക്കുന്ന 2 സെക്കൻഡ്സ്. അപ്പോൾ u sin theta ബൈ ജിയുടെ വാല്യൂ 2 ആണ്, ജി 10 എടുത്താൽ u sin theta 20 കിട്ടും. ആ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത ആൻസറിലേക്ക് എത്താം. ഇറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ, റൈറ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം.